ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഗെയിം മെയിൻ്റനൻസ് കഴിഞ്ഞ് വന്നതോടുകൂടി പുതിയൊരു ഷോർട്ട് ടൈമും ബിഗ് ടൈമുള്ളൊരു പാക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഒരു 11 എപ്പിക് പ്ലേസ് ഉള്ള ഒരു പാക്ക് ഫ്രീ ആയിട്ട് സെലക്ഷൻ കോൺട്രാക്റ്റ് വഴി എടുക്കാനും പറ്റും. അതൊരു 3 ആഴ്ചത്തേക്കുള്ള ക്യാമ്പയിനാണ്. അപ്പോൾ ഇതാണിത്. എന്നിട്ടോ കാണിക്കേണ്ടത് GP എന്നിട്ടാണോ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ടാണ് സെലക്ഷൻ കോൺട്രാക്റ്റ് കിടക്കുന്നത്. എന്തായാലും ഒരു 8-13 എന്തായാലും ഒരു 4 ഗെയിം അപ്ഡേറ്റിന് പോകുന്നതിന് മുന്നേ വരെ ഉള്ളതാണ്. അപ്പോൾ പ്ലേയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 പ്ലേയേഴ്സിന് ഇതുവരെ റിവീലാക്കിയിട്ടില്ല. അത് സൺഡേ ആണ് റിവീലാക്കുള്ളൂ. 2 പ്ലേയേഴ്സിനും സൺഡേ റിവീലാക്കും. പിന്നെ ഇതിനകത്ത് ബെർക്കാമ്പ്, റൈക്കാർഡൊക്കെ ഉണ്ട്. അതുപോലെ സ്കോൾസ്, മസാറോ, റോയ്സ്, റൂയി കോസ്റ്റൊക്കെ ഉണ്ട്. ബെർക്കാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. അതുപോലെ റൈക്കാർഡ് വന്നത് ഡിസ്റ്ററാണ്. പിന്നെ ഈ ഒന്നൂനൊക്കെ എന്തിനാണ് കൊണ്ടുവന്നിട്ടേക്കണത്? ഒരാവശ്യമില്ലാണ്ട് കൊണ്ടുവന്നേക്കണം. കാർഡ് എന്തായാലും അവനോ 19 വയസ്സുള്ള അവനാണ്. എന്തായാലും ഓൾ പ്ലെയറാണ്. പ്ലേയിങ് സ്റ്റൈൽ വരുന്നത്. പിന്നെ ജിക്കയുടെ കേസ് പറയുകയാണെങ്കിൽ സീമാൻ ഉണ്ട്. 35 ഏജുള്ള ഡിഫൻസീവ് ഗോൾ കീപ്പറാണ് എന്തായാലും സീമാൻ വന്നേക്കണേ. ഇനി അതിനകത്ത് 2 പ്ലേസിനെ റിവീൽ ചെയ്യണം. അതാരൊക്കെയാണെന്നറിയാൻ. അപ്പോൾ ഇതിലെ നല്ല പ്ലേസിൻ്റെ റാങ്കിങ് നോക്കിയിട്ട് വീഡിയോ ചെയ്യാം. നല്ല പ്ലേസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട്. സ്കോൾസ് LMF പൊസിഷനിലാണ് വന്നത്. ബോക്സ് ടു ബോക്സ് ആണ് പ്ലേയിങ് സ്റ്റൈൽ വന്നത്. ലോ സ്കീമറൊക്കെ ഉണ്ട് സ്കില്ല്. അപ്പോൾ ലോങ് റേഞ്ച് അടിച്ചെടുക്കുന്നവർക്ക് സ്കോൾസ് അടിപൊളിയായിരിക്കും. പിന്നെ ഒരു DMF ഉണ്ട് പുതിയത്. അപ്പോൾ ഇനി സ്റ്റാറ്റ്സ് നോക്കണം അവരുടെ. പിന്നെ ഈ ഫുട്ബോൾ ഫെസ്റ്റ് വോളിയം 1 കുറച്ച് കോയിൻസൊക്കെ കിടക്കുന്നുണ്ട്. ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആക്കിയാൽ കോയിൻസ് കിട്ടുന്നുണ്ട്. അധികം കോയിൻസ് ഒന്നുമില്ല. പിന്നെ പറയാനുള്ളത് അപ്ഡേറ്റ് കഴിഞ്ഞ് വന്നപ്പോഴുള്ള പുതിയ പാക്കിനെ കുറിച്ചാണ്. പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബിഗ് ടൈം 2 ഷോർട്ട് ടൈമാണ്. ടൂർണമെൻറ്റ് സ്റ്റാർസ് 2026 എന്ന് പറഞ്ഞ പാക്കാണ് വന്നേക്കണേ. അതിനകത്ത് ഹേളൻ്റെ ബിഗ് ടൈം കാർഡായിട്ടാണ് വന്നേക്കണത്. ഹേളനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഹേളൻ്റെ പ്ലേയിങ് സ്റ്റൈൽ നോക്കട്ടെ. പ്ലേയിങ് സ്റ്റൈല് ഫോക്സ് ടു ബോക്സ് ആണ്. സ്കില്ല് വേണത് ഫിനോമൽ ഫിനിഷിങ്ങും അതുപോലെ ബുള്ളറ്റ് ഹെഡറുമാണ്. ഇനി ഹാരി കെയിനെ നോക്കുകയാണെങ്കിൽ മിക്കതും ഡീപ് ലൈൻ ഫോർവേഡ് ആവണം. അത് ഡീപ് ലൈൻ ഫോർവേഡ് തന്നെയാണ്. സ്കില്ല് വന്നത് ലോ സ്കീമറും ആൻഡ് ഫീറ്റുമാണ്. പിന്നെ വന്നത് ക്രിസ്ത്യൻ റൊമാറോയാണ്. ആൾക്ക് സ്കില്ല് വന്നത് നമ്മുടെ ഏരിയൽ ഫൂട്ടും അതിൽ ലോങ് റേഞ്ച് ടാക്കിളുമാണ്. എന്തായാലും ഒരു അടിപൊളി പാക്കാണ്.